ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് എന്നോട് കൂടെ അതിഥിയായി ശ്രീ കെ.എൻ. റസ്സൽ ഉണ്ട്. കെ.എൻ. റസ്സലിനെ ഞാൻ പരിചയപ്പെടുത്താതെ തന്നെ എൻ്റെ പ്രേക്ഷകർക്ക് അറിയാമെന്ന് കരുതുന്നു. അദ്ദേഹം ക്രൈസ്തവ ചിന്താ പത്രത്തിൻ്റെ പത്രാധിപരാണ്. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ക്രൈസ്തവ പത്രപ്രവർത്തന രംഗത്ത് തൻ്റേതായ ഒരു ഇടമുണ്ടാക്കുകയും വളരെ ശക്തമായ നിലയിൽ പത്രപ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന അനുഗ്രഹീതനായ ഒരു പത്രപ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെതായ നിലപാടുകളുണ്ട്, വ്യത്യസ്തമായ നിലപാടുകൾ. അതുതന്നെയാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. ഞങ്ങളിന്ന് സംസാരിക്കുവാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം പെന്തക്കോസ്ത് സഭകളുടെ ഐക്യത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, കേരളത്തിൽ ഒരു നൂറ്റാണ്ടായി പെന്തക്കോസ്ത് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട്. മുഖ്യധാര സഭകളെന്ന് പറയാവുന്ന പെന്തക്കോസ്ത് സഭകൾ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ, അസംബ്ലീസ് ഓഫ് ഗോഡ്, ചർച്ച് ഓഫ് ഗോഡ്, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്, ഷാരോൺ ഫെലോഷിപ്പ്, ഇങ്ങനെ ഒരു 5-8 സഭകൾ മുഖ്യധാര സഭകൾ എന്ന് പറയത്തക്ക നിലയിലുണ്ട്. അതുകൂടാതെ എണ്ണിയാൽ ഒടുങ്ങാത്തത്രയും സ്വതന്ത്ര സഭകളുണ്ട്. ഇപ്പോൾ ന്യൂ ജനറേഷൻ സഭകളുണ്ട്. ഇങ്ങനെ നിരവധി സഭകൾ എല്ലാം പെന്തക്കോസ്ത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ സഭകൾക്കെല്ലാം അവരുടേതായ ഐഡൻറ്റിറ്റി, അവരുടെ പേര്, അവരുടെ രജിസ്ട്രേഷൻ, അവരുടേതായ സംവിധാനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഈ സംഘടനകൾക്കെല്ലാം ഉപദേശ കാര്യങ്ങളിൽ ഏകദേശം ഒരേ ആശയങ്ങളാണുള്ളത്. ഒരേ രക്ഷ, ഒരേ സ്നാനം, ഒരേ അഭിഷേകം, ഒരേ വേദപുസ്തകം, ഇതെല്ലാമാണെങ്കിലും ഈ സഭകൾ തമ്മിൽ ഒരു ഐക്യത എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സാധ്യമല്ലാത്ത കാര്യം. എന്നാൽ അങ്ങനെ സഭകൾ തമ്മിലുള്ള ഒരു ഐക്യമുണ്ടാക്കുന്നതിനു വേണ്ടി അക്ഷീണമായി പരിശ്രമിച്ച കേരളത്തിലുള്ള മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണ് ശ്രീ കെ.എൻ. റസ്സൽ. മറ്റു ചില പേരുകളും കൂടെ ഞങ്ങൾക്ക് സന്ദർഭവശാൽ പറയേണ്ടതുണ്ട്, അത് വഴിയെ പറയാം. അപ്പോൾ കെ.എൻ. റസ്സലിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഫേർട്ടിൽ പെന്തക്കോസ്ത് ഐക്യത്തിന് വേണ്ടി നിരവധിയായ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള എന്താണ് കേരളത്തിലെ പെന്തക്കോസ്ത് ഐക്യത്തിൻ്റെ ചരിത്രം, അതിൽ ആരൊക്കെയാണ് നേതൃത്വം കൊടുത്തത്, ആ പ്രവർത്തനങ്ങൾ ഏതറ്റം വരെ പോയി, എന്തുകൊണ്ടാണ് അതൊന്നും വിജയിക്കാതെ പോയത്, ആരാണ് തടസ്സമായി നിന്നത്, ഭാവിയിൽ കേരളത്തിൽ പെന്തക്കോസ്ത് ഐക്യത്തിന് എന്തെങ്കിലും സാധ്യതകളുണ്ടോ, ഈ വിഷയങ്ങളൊക്കെയാണ് ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സ്വാഗതം ചെയ്യാം ശ്രീ കെ.എൻ. റസ്സലിനെ. റസ്സൽ സാറേ, ഓക്കെ. അപ്പോൾ പറഞ്ഞാട്ട് സാറ് തന്നെ പറ, പെന്തക്കോസ്ത് ഐക്യം ത്തിൻ്റെ ചരിത്രം എന്താണ്, അതിൻ്റെ തുടക്കം എവിടെയാണ്, ഇപ്പോൾ അതെവിടെ എത്തി നിൽക്കുന്നു, അതിൻ്റെ ഭാവി എന്താണ്? ഇതാണ്. ഇടയ്ക്ക് ഞാൻ ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല. സാറ് പറഞ്ഞു വരുമ്പോൾ എനിക്ക് ഇടയ്ക്ക് കയറി പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാനും കൂടെ പറയാം, അത്രേ ഉള്ളൂ. സാങ്കുട്ടി, എൻ്റെ അഭിപ്രായത്തിൽ ഐക്യം എന്ന വാക്കാണ് ഉപയോഗിച്ചെങ്കിൽ എനിക്ക് ലയനം എന്ന വാക്കിനോടാണ് താല്പര്യം. സാർ ഉദ്ദേശിക്കുന്നത് പെന്തക്കോസ്ത് സഭകൾ തമ്മിൽ ഒന്നിച്ച് ലയിക്കണം. ഇന്ത്യയിൽ ഒരു സഭ മതി എന്നായിരുന്നു കടുങ്കയാണ് ഞാൻ ഈ പറയുന്നത്. അത് ഒരിക്കലും നടക്കാത്ത ഒരു സ്വപ്നമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ എനിക്ക് എൻ്റെ ആശയം പറയാമല്ലോ. ഇന്ത്യയിൽ ഒരൊറ്റ സഭ, ഒരൊറ്റ പെന്തക്കോസ്ത് സഭ എന്നതാണ് എൻ്റെ ആഗ്രഹം. അത് പോട്ടെ, ഇനി നടക്കില്ല എങ്കിൽ ഒരേ ഉപദേശത്തിൽ ഒരേ ആശയങ്ങളിൽ, സാങ്കുട്ടി ആദ്യം പറഞ്ഞ പോലെ ആശയങ്ങളിൽ നിൽക്കുന്ന സഭകളാണിതെല്ലാം. ഇവർക്ക് ആത്യന്തികമായ ഈ സഭകളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗം ആണ്, അല്ലേ? നമ്മുടെ എല്ലാ മനുഷ്യനെ സ്വർഗത്തിൽ കൊണ്ടുപോകുക. ഇതാണ് കർത്താവിൻ്റെ മരണ പുനരുത്ഥാന ജീവിതവും കർത്താവിൻ്റെ സ്വർഗാരോഹണവും ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നതും നമ്മളത് തന്നെയാണ്. മരിച്ച് നമ്മുടെ ആത്മാവിനെ നിത്യശാന്തി എന്നൊക്കെ പറയാം, നമ്മൾ ആത്മാവ് സ്വർഗത്തിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ എന്തിനാണ് ഭൂമിയിൽ ഈ പല സഭകൾ? ഏതായാലും ഒരു സ്വർഗമേ ഉള്ളൂ. സാങ്കുട്ടി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ബൈബിളാണ്, ഒരു പരിശുദ്ധാത്മാവാണ്, ഒരു ക്രൈസ്റ്റാണ് നമുക്ക് വേണ്ടി മരിച്ചത്. അങ്ങനെയെങ്കിൽ ഒരുമിച്ച് ചെന്ന് ഒരിടത്ത് നമ്മൾ പാർക്കേണ്ടവരാണെങ്കിൽ എന്തുകൊണ്ട് നമുക്കിവിടെ ഒരുമിച്ച് സഹകരിച്ചുകൂടാ? ലേനം വിട്ടാരെ ഒരുമിച്ചൊന്ന് ചേർന്ന് നിന്ന് ഐക്യമായിട്ടൊന്ന് പ്രവർത്തിച്ചുകൂടാ? അതാണ് എന്നെ എപ്പോഴും ആകുലചിത്തനാക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഗുഡ് ന്യൂസ് തുടങ്ങി വെച്ചപ്പോൾ അതിൻ്റെ കൂടെ ആക്റ്റീവായിട്ട് ഞാനുണ്ടായിരുന്നു. സാർ ഇത് പറയുമ്പോഴേ, സാർ ഈ ലയനം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ചരിത്ര സംഭവം കൂടെ ഞാനൊന്ന് ഓർപ്പിച്ചിട്ട് അങ്ങോട്ട് പോകും. 1940-കൾ, അതായത് ഇവിടെ പെന്തക്കോസ്ത് സഭകളുടെ ആരംഭ കാലഘട്ടമാണ്. 40-കളിൽ പെന്തക്കോസ്ത് സഭകളുടെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് അമേരിക്കയിൽ പോയി. കെ. എബ്രഹാമും കെ.സി. ചെറിയാനും ഒക്കെ അമേരിക്കയിൽ യാത്ര ചെയ്തു.
അമേരിക്കയിൽ യാത്ര ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു അവരാണെന്ന് തോന്നുന്നു കേരളത്തിൽ നിന്ന് ഏതെങ്കിലും സഭകളുടെ ലീഡേഴ്സായിട്ട് ആദ്യം അമേരിക്കയിൽ സന്ദർശനം നടത്തുന്നത്. അതായത് വെച്ചാൽ പെന്തിക്കോസിന്റെ അല്ല, ഞാൻ പറയുന്നത് എല്ലാ ക്രിസ്തീയ സഭകളെയും വെച്ച് നോക്കിയാൽ അവരാണെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നൊന്നും രേഖകളോ തെളിവൊന്നും എൻ്റെ ഇല്ല, എന്നാൽ ഞാൻ തപ്പിയിട്ടോട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവർ അമേരിക്ക ചെന്നപ്പോൾ കെ എബ്രഹാമും കെ സി ചെറിയാനും കൂടെ അന്നത്തെ ഈ കേരളത്തിലുള്ള മറ്റ് 2 പ്രമുഖ സഭകളാണ്, ഒന്ന് ചർച്ച് ഓഫ് ഗോഡും ഒന്ന് അസംബ്ലീസ് ഓഫ് ഗോഡ്. ആ 2 സഭകളും ഇൻ്റർനാഷണൽ സഭകളാണ്. ആ ഇൻ്റർനാഷണൽ സഭകളുടെ ആസ്ഥാനങ്ങളിൽ ഇവർ പോയി അവരുടെ ഇൻ്റർനാഷണൽ ലീഡേഴ്സുമായിട്ട് ചർച്ച നടത്തി, ഇന്ത്യയിൽ ഒറ്റ സഭയായിട്ട് നിൽക്കാനായിട്ട്. എന്നിട്ടൊരു ധാരണയിലെത്തി. പക്ഷേ കേരളത്തിലെ AGയുടെയും ചർച്ച് ഓഫ് ഗോഡിൻ്റെയും ലീഡേഴ്സിന് അതിൽ വില്ലിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് നടക്കാതെ പോയെന്ന് ഒരു ചരിത്രമുണ്ട്. സാറിന് അത് അറിയാവുന്ന കരുതല്ല. ഞാൻ കേട്ടിട്ടില്ല സാൻകുട്ടി. കാരണം 35-ൽ ചർച്ച് ബോർഡ് രജിസ്റ്റർ ചെയ്യുന്നു, 36-ൽ IPC രൂപീകരിക്കുന്നു. പക്ഷെ നമ്മൾ 23 മുതലുള്ള കണക്കൊക്കെയാണ് പറയുന്നത്. ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ രസകരമായ കഥകൾ ചർച്ച ചെയ്യാനുള്ള വകുപ്പുണ്ട്. അതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇതിന് ശേഷം എങ്ങനെയോ ഇത് വിഘടിച്ച് പല ആയിപ്പോയതിന് ശേഷം കുഴപ്പമില്ല, അങ്ങനെ അങ്ങ് സംഭവിച്ചു. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് എന്തുകൊണ്ട് ഒരുമിച്ചൊന്നും ആരാധനയ്ക്ക് ഒരുമിച്ച് കൂടിക്കൂടാന്ന്, ഇതിൻ്റെ പ്രധാന കാരണം ലീഡേഴ്സാണ്. നമ്മുടെ കേരളത്തിലെ പെന്തക്കോസ്ത് സഭയുടെ നേതാക്കന്മാർ മനസ്സ് വെച്ചാൽ 1 മിനിറ്റ് കൊണ്ട് സാധിക്കാവുന്ന കാര്യമുള്ളൂ. അത്രേ ഉള്ളൂ. 1 മിനിറ്റ് കൊണ്ട് സാധിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതൊരിക്കലും സാധിക്കത്തില്ല. അത് സാധിക്കത്തില്ല. ഇനി ഈ 35-ലും 36-ലുമായിട്ട് സഭകൾ കൈവിരിഞ്ഞു പോയി, പ്രത്യേകം സഭകൾ സംഘടിത ഭാവം കൈവരിച്ചു ശേഷം ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നു, രേഖകളൊന്നും വായിച്ചിട്ടില്ല, എൽസാം സാറിന്റെ നേതൃത്വത്തിൽ 60കളിൽ ഒരു യൂത്തിൻ്റെ ഒരു സമ്മേളനം കൊട്ടാരക്കരയിൽ നടന്നു എന്നൊരു സംസാരമല്ല, അത് നടന്നതാണ് സംഭവം. എൽസാമിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ പ്രേക്ഷകരിൽ എത്ര പേർക്ക് എൽസാം സാറിനെ അറിയാമെന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം അസംബ്ലീസ് ഓഫ് ഗോഡ് സഭാംഗമായിരുന്നു. കേരള സർക്കാരിൽ PSC ഓഫീസിൽ അണ്ടർ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. മാത്രവുമല്ല അദ്ദേഹം മികച്ച ഒരു എഴുത്തുകാരനായിരുന്നു, ഒരു സംഘാടകനായിരുന്നു, നല്ലൊരു ട്രാൻസ്ലേറ്റർ ആയിരുന്നു. വളരെ നല്ല അദ്ദേഹത്തിൻ്റെ ഒത്തിരി സംഭാവനകൾ നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ അദ്ദേഹത്തെയൊക്കെ മറന്നുപോയി. ആർക്കും അറിയില്ല. അപ്പൊ സാംസാറിന്റെ നേതൃത്വത്തിൽ കൊട്ടാരക്കരയിലാണ് ഈ ഐക്യ സമ്മേളനം നടന്നത് എന്നാണ് നമ്മൾ കേൾക്കുന്നത്. എന്നാൽ അതിനുശേഷം ഒരു നല്ല ഐക്യ സമ്മേളനം നടക്കുന്നത്, യൂത്തിനെ എല്ലാം കൂടെ പങ്കെടുപ്പിച്ച് നടക്കുന്ന ഗുഡ് ന്യൂസിന്റെ നേതൃത്വത്തിലാണ്, പുതുപ്പള്ളി ഹൈസ്കൂളിൽ വെച്ച്. അതൊരു നല്ല ഗംഭീരമായൊരു പരിപാടിയായിരുന്നു. പക്ഷേ അതും 80കളുടെ തുടക്കത്തിൽ, അത് 80 കുട്ടി തുടങ്ങിയതിന് ശേഷം 80-85 ഇടയ്ക്കാണ്, 82-ലൊക്കെയാണ് എനിക്ക് തോന്നുന്നു. പക്ഷേ അതോടെ തീർന്നു. പിന്നെ രണ്ടാമതൊരു യൂത്ത് ക്യാമ്പ് അതുപോലെ നടന്നില്ല. സാറേ, അത് പറയുമ്പോൾ ഈ ഗുഡ് ന്യൂസ് ഈ ഐക്യ പ്രവർത്തനങ്ങളിലൊരു വലിയ സ്റ്റെപ്പ് വെച്ചൊരു മൂവ്മെന്റ് അല്ല. ഈ ഗുഡ് ന്യൂസിന്റെ പ്രവർത്തന ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പെന്തക്കോസ്ത് ഐക്യമായിരുന്നല്ലോ. അതിന് VM മാത്യു സാർ കൊടുത്ത വില വളരെ വലുതാണ്. ഈ നേതാക്കന്മാരെ എല്ലാം ചെന്ന് കണ്ട് കാല് പിടിച്ച് ഇവരെ ഒരുമിച്ച് നിൽക്കുന്നത് പറഞ്ഞിട്ട് പോലും നമുക്ക് വേണമെങ്കിൽ കേരളത്തിലെ പെന്തക്കോസ്ത് ഐക്യത്തിന്റെ ഒരു പിതാവായിട്ട് VM മാത്യു തീർച്ചയായിട്ടും വേറൊരു പേര് പറയാനില്ല, വേറൊന്നും പറയാനില്ല. കേരള പെന്തക്കോസ്ത് ഫെലോഷിപ്പ് KPF രൂപം കൊള്ളുന്നത് തന്നെ ഗുഡ് ന്യൂസിന്റെ നേതൃത്വത്തിൽ എന്ന് പറയുമ്പോൾ VM സാറിനെ വേണം നമ്മൾ ആദ്യം അതിനകത്ത് പറയാനായിട്ട്. അങ്ങനെയാണ് ആദ്യത്തെ കൺവെൻഷൻ നമ്മൾ തിരുനക്കര മൈതാനത്ത് നടത്തുന്നത്. അന്ന് പാസ്റ്റർ PM ഫിലിപ്പൊക്കെ പ്രസംഗിക്കാൻ അവിടെ ഉണ്ടായിരുന്നു, പാസ്റ്റർ TJ ശ്യാമൽ ഉണ്ടായിരുന്നു, അതുപോലെ PS ഫിലിപ്പ്, TG കോശി, ഇവരെല്ലാവരും വന്നിരുന്ന ഒരു നല്ല സമ്മേളനമായിരുന്നത്. രണ്ടാമത്തെ KPFന്റെ ഐക്യ ആദ്യം നടന്നത് ഷാരോൻ ഗ്രൗണ്ടിലാണ്, തെറ്റിപ്പോയി, ഷാരോൻ ഓഡിറ്റോറിയം തിരുവല്ലയിലാണ് ഗ്രൗണ്ടിലാണ്. രണ്ടാമത്തേതാണ് തിരുനക്കര നടന്നത്. മൂന്നാമത് റാന്നിയിൽ IPCയുടെ അവിടുത്തെ കൺവെൻഷൻ ഗ്രൗണ്ട് ഉണ്ടല്ലോ വഴുവങ്ങാടിയിൽ, അവിടാണ് മൂന്നാമത്തെ കൺവെൻഷൻ നടന്നത്. നാലാമത്തെ കൺവെൻഷൻ KPFന്റെ നടത്താനായിട്ട് തീരുമാനിച്ചത് പുനലൂരിൽ നടത്താൻ തീരുമാനിക്കുകയും അത് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ അവിടുത്തെ പ്രാദേശിക സംസ്ഥാന നേതാക്കന്മാരൊക്കെ ചുമതലപ്പെടുത്തിയെങ്കിലും അത് നടന്നില്ല. അതോടുകൂടെ KPF തീർന്നുപോയി. അത് കണ്ടിന്യൂ ചെയ്ത് പോയിരുന്നതിൽ കുഴപ്പമില്ല. KPF എന്ന് പറയുമ്പോൾ കേരള പെന്തക്കോസ്ത് ഫെലോഷിപ്പ് ഈ മീറ്റിങ്ങുകളെല്ലാം സജീവമായിട്ട് ഞാൻ കൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ പുനലൂരെ പോയതിൻ്റെ പ്രധാന കാരണം ലീഡേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് AG ലീഡേഴ്സ് എന്ന് പറയേണ്ടി വരുന്നു നമുക്ക്. അവരുടെ ഒത്തുള്ള ചില ഇഷ്യൂസൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ അത് KPF മരിച്ചുപോയി. പിന്നെ നമ്മൾ 2002-3 രൂപീകരിക്കുന്നത് പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, PCI.
PC രൂപീകരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ അക്കാലത്ത് ഈ BJP വാജ്പേയി മിനിസ്റ്റർ ഇരിക്കുന്ന സമയം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു, നല്ല ഓർമ്മയില്ല. ആ സമയത്ത് ഈ സുവിശേഷ വിരോധികളുടെ കടുത്ത ആക്രമണത്തിന് നമ്മൾ വിധേയപ്പെട്ടു. വയനാട്ടിലും പല സ്ഥലങ്ങളിലും ഒക്കെ ആക്രമണം ഉണ്ടായി. കൂപ്പറിനെയൊക്കെ വെട്ടുന്ന കാലമാണ്. കിളിമാനൂർ വെച്ച് ഒരുപാട് ഹോളുകൾ ഇടിച്ച് നിർത്തി പാസ്റ്റേഴ്സിനെയൊക്കെ തല്ലുകയും അന്ന് KP യോഹന്നാൻ പെന്തക്കോസ്ത അനുഭാവത്തിലോ അല്ലെ പെന്തക്കോസ്താനൊക്കെ നിൽക്കുന്ന കാലം. അദ്ദേഹത്തിന്റെ ചില സ്ഥാപനങ്ങൾക്കൊക്കെ ആക്രമണങ്ങളുണ്ടായി, കൺവെൻഷനുകൾക്ക് ആക്രമണം ഉണ്ടായി. പിന്നെ അതിനുശേഷം വന്ന പാസ്റ്റർ PG മാത്യൂസിനെ ക്ലാപ്പനയിലിട്ട് മർദ്ദിക്കുകയൊക്കെ ചെയ്തു. പൊന്നാനിയിൽ IPC വിശ്വാസികളുടെ തല്ലി, മുണ്ടൂർ നടന്നപ്പോൾ ഇങ്ങനെയുള്ള പല ഇഷ്യൂസ് ഉണ്ടായ സമയത്ത് ഇവർക്ക് നിയമപരമായ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമോ? കോടതി വഴി കേസ് കൊടുത്തോ, അല്ലെങ്കിൽ ഇപ്പം നമ്മളെ ഒരു സാധാരണ ഒരു പൗരനെന്ന് പറഞ്ഞ് നമ്മളെ ആക്രമിക്കാൻ വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് അടികൊള്ളേണ്ട കാര്യമൊന്നുമില്ല. നിയമം എല്ലാവർക്കും ഒരു ബാധകമാണ്. നിയമത്തിൻ്റെ വഴി തപ്പി പോകുന്നതിന് കുഴപ്പമില്ല. അങ്ങനെയാണ് ഈ നിയമത്തിൻ്റെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു വക്കീലിനെ വെച്ച് വാദിക്കുക, കേസ് കാര്യങ്ങൾ നടത്തുക, നിയമപരമായ സാമ്പത്തിക സഹായം അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്തു കൊടുത്ത് ഈ വിശ്വാസികളെ, പ്രാദേശിക സഭകളെ സഹായിക്കാൻ വേണ്ടിയാണ് പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ രൂപീകരിച്ചത്. സാറേ, അത് രൂപീകരിച്ചത് ഇന്ന കാര്യത്തിന് വേണ്ടിയാന്ന് പറയുമ്പോൾ ഇതാരെ രൂപീകരിച്ചത്, അത് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു. സാങ്കുട്ടി, ഞാൻ എന്നെക്കുറിച്ച് പറയുന്നതിനകത്ത് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. സത്യം തുറന്നു പറയുന്നതിന് അത് ആദ്യം ഈ സംസാരം ഞാൻ തന്നെയാണ് അത് ആരംഭിക്കുക. ആദ്യം പറയുന്നത് BMR സാറിനോടാണ്. ഞാൻ പറഞ്ഞു, സാറേ, നമുക്ക് ധാരാളം കോളുകൾ വരാറുണ്ട്. അവിടെ മർദ്ദിച്ചു, ഇവിടെ മർദ്ദിച്ചു, അവിടെ ഹോള് കൺവെൻഷൻ കലക്കി, അതുപോലെ കുറ്റസരം വരാറുണ്ട്. അതുകൊണ്ട് ഇതിന് നമുക്ക് ഈ വിശ്വാസികളെ സഹായിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കിങ്ങനെ ഒരു ആശയമുണ്ട്. സാറെന്ന് പറയുന്നു, പാസ്റ്റേഴ്സിനെ കഴിയുന്നത് നമുക്ക് ഇന്ന് ഒഴിവാക്കാം. കാരണം അവരെ ഈ മന്ത്രിമാരെ കാണാനും കേസ് കൊടുക്കാനും കോടതി കയറി ഇറക്കാൻ അവരെ കൊണ്ടുനടക്കാൻ പറ്റില്ല. കഴിവുള്ള കുറച്ച് രാഷ്ട്രീയ സാമൂഹ്യ ബന്ധങ്ങളുള്ള സഹോദരന്മാരുടെ ഒരു ഗ്രൂപ്പ്, പ്രബലമായൊരു നല്ല ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ നമുക്ക് ഈ പ്രദേശങ്ങളിൽ ഇപ്പോൾ ഇവരെ സഹായിക്കാൻ പറ്റും. അങ്ങനെ VMR സാർ പറഞ്ഞിട്ട് ആദ്യമായിട്ട് ഒരു മീറ്റിംഗ് നടക്കുന്നത് ഗുഡ് ന്യൂസ് ഓഫീസിൽ വെച്ചാണ്. അന്ന് വടക്കേക്കുറ്റി ബേബിച്ചാനുണ്ടായിരുന്നു, പെണ്ണുക്കര കുഞ്ഞപ്പിച്ചാനുണ്ടായിരുന്നു, K. എബ്രഹാം സാർ ഉണ്ടായിരുന്നു, NM രാജു വന്നിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും ഒരു അച്ചകുഞ്ഞലത്തുണ്ടായിരുന്നു. ഒരു കുറച്ച് പേര് നമ്മൾ അവിടെ നിന്ന് കൂടി. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിനുശേഷം രണ്ടാമതൊരു മീറ്റിംഗ് നടന്നത് പടിഞ്ഞാറക്കര അതെ, അത് കുര്യൻ ജോസഫ് അന്ന് ആ മീറ്റിംഗ് നടത്തിയത് അദ്ദേഹമാണ്. അദ്ദേഹത്തെ കൂടെ കമ്മിറ്റിയിൽ എടുക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്തെങ്കിൽ എങ്ങനെയോ നിർഭാഗ്യവശാൽ അദ്ദേഹം അതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല. പിന്നെ അതിനുശേഷം ആണ് മറ്റു ചില ആളുകളൊക്കെ വന്നത്. അതോടൊപ്പം ഈ ആ സമയത്തെല്ലാം ഇത് വിശ്വാസികളുടെ, അതായത് അൽമായരുടെ ഒരു സംഘടന മാത്രമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെ പ്ലാൻ ചെയ്തത് അതിന് പാസ്റ്റേഴ്സിനോട് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, അവരെ മനഃപൂർവ്വം ഒഴിവാക്കാനുമല്ല. ഇപ്പം അന്നത്തെ ഈ നമ്മുടെ സീനിയർ പാസ്റ്റേഴ്സ് എല്ലാം പ്രായമുള്ള ആളുകളാണ്. ഇവരെ കൊണ്ട് നമ്മൾ സെക്രട്ടേറിയറ്റിൽ ഒരു മന്ത്രിയെ കാണാൻ പോകുക പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഇതിനകത്ത് പ്രായവും പക്വതയും പ്രവർത്തന പരിചയമുള്ള രാഷ്ട്രീയ ബന്ധങ്ങളുള്ള സാമൂഹിക ബന്ധങ്ങളുള്ള സഹോദരന്മാരുടെ ഒരു ഗ്രൂപ്പ് ഗണമാണ് നല്ലത് എന്ന് തീരുമാനിച്ചു. ഇത് കാത്തിരിപ്പ് നടത്താനല്ല, കൺവെൻഷൻ നടത്താനല്ലല്ലോ, സെമിനാറുകൾ നടത്താനല്ലല്ലോ. ഇത് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അടികൊല്ലുന്നിടത്ത് ചെല്ലുക. അതിന് 100 അനുഭവങ്ങൾ പറയാനുണ്ട് നമുക്ക്. ചെല്ലുക, അവരെ സഹായിക്കാൻ നോക്കുക. ഇതിനു വേണ്ടിയാണ് ഇത് രൂപീകരിച്ചത്. പക്ഷെങ്കിൽ ഇവർ തെറ്റിദ്ധരിച്ചു, പാസ്റ്റർമാരില്ലാത്ത സംഘടനയോ. ഞാൻ ചോദിക്കട്ടെ, ഇവർ ശുശ്രൂഷകന്മാർ അവരുടെ ജോലി ചെയ്താൽ പോരെ? സഭകളിൽ ക്രിസ്തീയ ശുശ്രൂഷകൾ പലത് ശുശ്രൂഷകൾക്ക് ചെയ്യാനുണ്ട്. എന്നാൽ ഇതൊരു സാമൂഹ്യ പ്രശ്നമെന്നുള്ളതിൽ ഈ ലോക്കൽ പാസ്റ്റർമാരുടെ രക്ഷയ്ക്ക് വേണ്ടി സഹോദരന്മാർ പൈസ കയ്യിൽ നിന്നിട്ട് കഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ച് അവിടെ ചെന്നവിടെ ആശ്വസിപ്പിക്കുകയും പോലീസ് സ്റ്റേഷനിൽ കയറി സംസാരിക്കുകയും ഒക്കെ ചെയ്ത് നിയമപരമായി ഇവരെ സഹായിക്കാൻ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ പ്രോത്സാഹിപ്പിച്ച് ഞങ്ങൾ പാസ്റ്റർമാർ ക്രിസ്തീയ ശുശ്രൂഷകൾ ചെയ്തോളാം, നിങ്ങൾ ഈ പ്രശ്നങ്ങൾ ചെയ്യാന്ന് പറഞ്ഞ് നമ്മളെ പുഷ് ചെയ്ത് മുന്നോട്ട് വിടുന്നതിന് പകരം പാസ്റ്റർമാരില്ലെന്ന് പറഞ്ഞ് പത്രോസിന്റെ മനോഭാവം, അതായത് ഈ മേശയിൽ ശുശ്രൂഷിക്കാൻ കുറച്ചുപേരെ തെരഞ്ഞെടുത്ത പോലെ പൊതുകാര്യങ്ങൾക്ക് വേണ്ടി കുറച്ചുപേരെ തെരഞ്ഞെടുത്താൽ മതി. പക്ഷെ അവിടെ ഇവർ ഒരു വാക്കുകൊണ്ട് പോലും PCI ഇവർ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ഇവരാരും PCI ഉണ്ടായപ്പോൾ ഉണ്ടാക്കിയതിന് ബദലായിട്ട് പാസ്റ്റർമാരുടെ സംഘടന ഉണ്ടാക്കി, പാസ്റ്റേഴ്സ് എല്ലാം കൂടെ കൂടി ഇന്റർ ചർച്ച് കൗൺസിൽ ലീഡേഴ്സ് 4-5 പേര് അതിനകത്തുള്ളൂ. ഇന്റർ ചർച്ച് കൗൺസിലോ അങ്ങനെയാണ് ഒരു സാധനം അതിനകത്ത് ഉണ്ടാക്കിയതിന് ബദലായിട്ടാണ്. അപ്പം നമ്മുടെ ഈ പാസ്റ്റർമാരുടെ ആറ്റിറ്റ്യൂഡ് എവിടെ പോയി നിൽക്കുന്നത്? എങ്ങനെയാണ് പെന്തക്കോസ്ത് ഐക്യം കേരളത്തിൽ സാധിക്കാൻ പറ്റുന്നത്? ഇവരെ നന്നാകാത്തിടത്തോളം കാലം സകല നേതാക്കന്മാരും അടിവരയിട്ട് വ്യക്തമായിട്ട് ഞാൻ പറയുന്നു, ഈ പെന്തക്കോസ്ത് നേതാക്കന്മാർ നന്നാകാത്തിടത്തോളം കാലം
ഇവിടെ ഒരൈക്യവും ഉണ്ടാക്കാൻ പോകുന്നില്ല. PCIയുടെ കാര്യവും കട്ടപ്പുകയാണ്. പിന്നെ അതിങ്ങനെ ആരണ്ടൊക്കെ തള്ളി ഉന്തി കൊണ്ടുപോകുന്നത്. PCI എന്ന് പറയുന്നത് ഇങ്ങനെ വിശ്വാസികളുടെ ഒരു സംഘടനയൊന്നും അല്ല, അതിൽ കൂടുതലും അത് രജിസ്റ്റർ ചെയ്യാൻ പാടും വളരെ ഇതാണ്. അവസാനം TS ബാലനാണ് അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തന്നത്. TS ബാലൻ. കാരണം ഞാനും TS ബാലനും ഒരുമിച്ച് സ്കൂളിൽ 10ാം ക്ലാസ് പഠിച്ച, അതുകൊണ്ട് ഞങ്ങളുടെ ഒരു നാട്ടുകാരാ. അപ്പോൾ ബാലന്റെ ഡിഫൻഡറോ മറ്റു പ്രശ്നങ്ങളൊന്നും നമ്മൾ ബന്ധിക്കുന്ന വിഷയമല്ല. വ്യക്തിബന്ധം. അപ്പൊ ഞാൻ ബാലനോട് ചോദിച്ചോളൂ, ഇങ്ങനെ ഒരു സൊസൈറ്റി രൂപീകരിക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യം ഇതാന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞു നല്ല കാര്യമാണ്, നല്ലതാ. അപ്പോൾ പുള്ളിയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് പല സംഘടനകളുടെ. അത് നമുക്ക് ആവശ്യത്തിനുള്ള തിരുത്തി അതെടുത്ത് തന്നു, മെമ്മോറാണ്ടും. പിന്നെ നമ്മളെന്നാ കൂടി കുറേ പേരുടെ ഭാരവാഹി ലിസ്റ്റെല്ലാം കൂടി 11 പേരായിരുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞാനാ കൊണ്ടത് കളക്ടറേറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ചില ഭാഗങ്ങൾ അവർ വെട്ടിക്കളയാൻ പറഞ്ഞ് രജിസ്ട്രാർ തിരിച്ചു വന്നു. കാരണം ഇതൊന്നും നിങ്ങളുടെ സൊസൈറ്റിയുടെ ആക്ടിനകത്ത് പ്രവർത്തിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. അത് പിന്നെ വീണ്ടും ഞാൻ പെരുമ്പാവൂർക്ക് പോയി തിരുത്തി അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് ആകെ 100 രൂപയുടെ മുടക്കേ ഉള്ളൂ ഫീസ് കൊടുത്താണ് ഇത് രജിസ്റ്റർ ചെയ്തത്. ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടുകാരൊക്കെ 25,000 ഒക്കെ മേടിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനായിട്ട്. അങ്ങനെയാണ് ഇത് രജിസ്റ്റർ ചെയ്തത്. അതിൻ്റെ 100% ഒരു അവകാശവാദം ഉന്നയിക്കുകയാണെങ്കിൽ തുടങ്ങി വെച്ചതും രജിസ്റ്റർ ചെയ്തതിൻ്റെ എല്ലാം ഞാൻ തന്നെയാണ്. പക്ഷേ സാംകുട്ടി അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കേട്ടോ, ആ സംഘടന നന്നായിട്ട് പോകണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിൽക്കാലത്ത് ഉണ്ടായ സംഭവങ്ങളൊക്കെ അറിയാമല്ലോ, അതിൻ്റെ ചില ഇഷ്യൂസൊക്കെ അതിനകത്ത് ഉണ്ടായി. അതിങ്ങനെ എങ്കിലും അതുണ്ട്. അപ്പോൾ PCIയുടെ ലക്ഷ്യം ഇത് തന്നെയായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അതിനെ തച്ചുടയ്ക്കാൻ ഇവർ ശ്രമിച്ചു. ഇപ്പോൾ പൊന്നാനിയിൽ RSSകാർ പ്രശ്നം ഉണ്ടാക്കി, അവിടെ നമ്മൾ ഓടിയെത്തി. മുണ്ടൂരിൽ ചർച്ച് ബോർഡിൻ്റെ ഹോളിനകത്ത് കയറി RSSകാർ അടിച്ചു. നമ്മളൊരു ടെമ്പോ ട്രാവലർ നിറയെ ആളുകളോട് ചെന്നു. അവിടുത്തെ മാത്യു ഫിലിപ്പ് എന്ന് പറയുന്ന ആൾ ഹ്യൂസ്റ്റണിൽ ഇരിക്കുന്ന പാസ്റ്റർ ആയിരുന്നു, അവിടുത്തെ സെൻട്രൽ പാസ്റ്റർ ചർച്ച് ബോർഡിൻ്റെ. അദ്ദേഹം അവിടുത്തെ സെൻട്രലിൻ്റെ ചാർജാണ്. ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ നിന്ന് DYFI നേതാക്കളെ കണ്ടപ്പോൾ അവർ പറഞ്ഞു അവിടെ ആരാധന നടത്താൻ ഞങ്ങൾ ഗ്രൗണ്ട്സ് ഞങ്ങൾ തരാം, ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. ആ ആരാധന പിന്നെ അവിടെ കുറച്ചാൾ കണ്ടിന്യൂ ചെയ്തു. ഇപ്പം എനിക്ക് അറിഞ്ഞുകൂടാ, വർഷങ്ങൾ പലതായല്ലോ. അപ്പോൾ പല സ്ഥലങ്ങളിൽ ക്ലാപ്പനയിൽ PG മാത്യൂസ് പാസ്റ്റർ തല്ലിയപ്പോൾ നമ്മൾ ഓടി അവിടെ ചെന്നു. അതുപോലെ ഈ ഡെഡ് ബോഡി അടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രി ഇസ്മായിലിനെ നമ്മൾ പോയി കണ്ടു. ഉമ്മൻചാണ്ടി 2 പ്രാവശ്യം നമ്മൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ VS അച്യുതാനന്ദൻ ഒരു പ്രാവശ്യം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹത്തെ ചെന്ന് കണ്ട് നമ്മളിത് എഴുതി കൊടുത്തു. അങ്ങനെ പല ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട PCIയുടെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കോടതി വിധി വന്നത് സാങ്കുട്ടി ഓർക്കുന്നുണ്ടോ? പെന്തക്കോസ് വീടുകളിൽ ആരാധന പാടില്ല എന്നും പറഞ്ഞ് ഒരു വിധി വന്നത്. അത് നമ്മൾ തെറ്റിദ്ധരിച്ചു. ആ വിധി അവസാനത്തുള്ള അഡ്വക്കേറ്റ് ബേസിൽ അതിനകത്ത് ബന്ധപ്പെട്ട ബേസിലല്ല, ജസ്റ്റിസ് KT തോമസ് ആണ് ലീഗൽ ഒപ്പീനിയൻ എഴുതുന്നത്. ഈ കോടതി വിധി വായിച്ചപ്പോൾ ഇംഗ്ലീഷിലൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ കോടതി ഭാഷകളൊക്കെ ആയിട്ട് പലർക്കും മനസ്സിലായില്ല. അങ്ങനെയാണ് ഞാനും അഡ്വക്കേറ്റ് ബേബിച്ചാനും കൂടി കോടതി വിധിയുടെ പകർപ്പുമായിട്ട് ഞങ്ങൾ ജസ്റ്റിസ് KT തോമസിനെ കഞ്ഞിക്കുഴി പോയി കാണുന്നത്. അദ്ദേഹം വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഇംഗ്ലീഷ് അറിയാവുന്ന ഭാഷന്മാരൊന്നും ഇല്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ കോളേജിൽ ഒരുമിച്ച് പഠിച്ച വടക്കുകുറ്റി ബേബിച്ചാനും ജസ്റ്റിസ് KT തോമസ് ഒരുമിച്ച് ഇവിടെ സെൻറ് തോമസ് കോളേജിൽ തിരുവല്ലയിൽ ഒരുമിച്ച് പഠിച്ച. അപ്പോൾ ബേബിക്ക് ഇത് മനസ്സിലാകില്ലെന്ന് പറഞ്ഞിട്ട് ഇവർ തമ്മിൽ ഫ്രണ്ട്സാ ഒരുമിച്ച് പഠിച്ചുകൊണ്ട്. ഈ ബേബി ഇത് ഇങ്ങനെ എഴുതിയേക്കുന്നത് ഇത് ആ പർട്ടിക്കുലർ കേസിൽ ആ കേസിനാണ് ഈ വിധി. അല്ലാതെ കേരളത്തിൽ വരുന്ന 10,000 പെന്തക്കോസ്ത് സഭകളും അവരുടെ വീടുകൾ ലക്ഷക്കണക്കിന് വരുന്ന വീടുകളിലും ആരാധന നടത്താൻ പാടില്ല എന്നല്ല ഈ വിധി. അപ്പോൾ നിങ്ങൾ വായിച്ച് മനസ്സിലായതിന് കുഴപ്പമാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, എന്നാൽ പിന്നെ പേര് പറഞ്ഞാൽ വിളിക്കുന്നത് ബേബിച്ചൻ എന്നാ, ഒരു 2 പേരും ബേബിച്ചന്മാരാണ്. എന്നാൽ ബേബിച്ചൻ ലീഗൽ ഒപ്പീനിയൻ എഴുതി തരാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരു ലീഗൽ ഒപ്പീനിയൻ എഴുതി തന്നു. അതിന് വലിയ ഫീസ് വാങ്ങിയിട്ടാണ് അത് ചെയ്യാറുള്ളത്. പക്ഷേ ഇത് നമ്മൾ ഫ്രണ്ട്സ് അല്ലയോ, നമ്മൾ കോളേജിൽ പഠിച്ച് പറഞ്ഞു, നിന്നോട് ഞാനിങ്ങനെ കാശ് മേടിക്കുന്നു പറയും. ഞങ്ങളിതും കൊണ്ട് മനോരമയിൽ പോയി, ഞാനും ബേബിച്ചാനും കൂടെ. അവിടെ ചെന്ന് ജേക്കബ് തോമസിനെ കണ്ട് പറഞ്ഞപ്പം കാര്യമായിട്ട് മനോരമ അത് റിപ്പോർട്ട് ചെയ്തു. പല പത്രങ്ങൾക്ക് നമ്മൾ കൊടുത്തു. അങ്ങനെയാണ് ആ വിധിക്ക് ക്ലാരിഫിക്കേഷൻ ഉണ്ടായത് വിധിനകത്ത്. അപ്പം ഇതെല്ലാം PCക്ക് ഒരുപാട്. പിന്നെ നമ്മൾ ബോംബെ ഒത്തിരി കാര്യങ്ങളുണ്ട്. സാങ്കുട്ടി സെനറി സെലിബ്രേഷൻ നമ്മൾ റോജർ ഹോസ്റ്റിനോട് നടത്തിയ കടവായതും അത് 2 പേരുടെ NM രാജുവും ബേബിച്ചാനും കൂടി അത് കൊടുത്തു തീർത്തത് കട നല്ലൊരു. അപ്പം ഇതൊക്കെ നേതാക്കന്മാർക്ക് അറിയാം. ഇതൊക്കെ സഹോദരന്മാരുടെ ഗ്രൂപ്പുകൾ ചെയ്ത കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഐക്യപ്രവർത്തനം ആക്കം കൂട്ടാൻ നമ്മുടെ ജയശങ്കർ സാറിൻ്റെ ഒരു പ്രസ്താവനയാണ് കാരണം, ഒരു വീഡിയോയാണ് കാരണം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ പെന്തക്കോസ്ത് നേതാക്കന്മാർ നന്നാകാത്തിടത്തോളം കാലം ഐക്യം ഉണ്ടാകത്തില്ല. എവിടെ ഉണ്ടാകാനും ഇവരെന്ന് നന്നാകാനേ ഇവര്. അല്ല, ഞാൻ ചോദിക്കുന്നില്ല, ഇവർക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും സ്വർഗത്തിൽ ഒരുമിച്ച് താമസിക്കാനും പറ്റുന്നില്ല എങ്കിൽ പിന്നെ എന്ത് പെന്തക്കോസ്താ? എനിക്ക് മനസ്സിലാകുന്നില്ല.
അല്ല ഞാൻ ഈ ഞാൻ സാറുമായി ബന്ധപ്പെട്ട് PCIയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഞാനിവിടെ തിരുവല്ലയിൽ ഒരു ദിവസത്തെ ഒരു പ്രാർത്ഥന നടത്തി. അതാ ഒരു എല്ലാ പെന്തക്കോസ്ത് സഭകളെയും കൂടെ ചേർത്തുകൊണ്ട് 12 മണിക്കൂർ ഒരു പ്രാർത്ഥന തിരുവല്ല സ്റ്റേഡിയത്തിൽ. പിന്നെ ഒരു 10-12,000 ആളുകൾ ഒന്നിച്ചു കൂടി പ്രാർത്ഥിച്ച ഒരു സമ്മേളനം. അതിൽ ഈ ലീഡേഴ്സിനെ എല്ലാം ഇൻവൈറ്റ് ചെയ്യുകയും ഓൾമോസ്റ്റ് എല്ലാവരും വരികയും എല്ലാ പ്രസ്ഥാനങ്ങളും സഹകരിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അതിന് ശേഷം ഇതിൻ്റെ ഒരു താങ്ക്സ് പറയാനായിട്ട് ഞാനൊരു മീറ്റിംഗ് വെച്ചൊരു അപ്പോൾ അന്ന് ഞാൻ ഇവരോട് ലീഡേഴ്സിനോട് ആവശ്യപ്പെട്ടൊരു കാര്യം, നിങ്ങൾ ഈ കേരളത്തിലെ പെന്തക്കോസ്ത് സഭകളുടെ ലീഡേഴ്സാണല്ലോ, കുറഞ്ഞ പക്ഷം നിങ്ങളെല്ലാവരും കൂടെ വർഷത്തിൽ ഒരു ദിവസം ഒന്നിച്ച് ആരുടെയെങ്കിലും ഒരാളുടെ വീട്ടിൽ കൂടി ഒന്നിച്ചിരുന്ന് കുറച്ചു നേരം പ്രാർത്ഥിക്കുകയും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്ത് നിങ്ങൾ ഒരു സൗഹൃദമെങ്കിലും ഒന്ന് പങ്കിടുന്ന ഒരു സംവിധാനം നിങ്ങൾ ഉണ്ടാക്കിക്കൂടെ? ഒന്നും നടന്നില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവരുടെ വിഷയമല്ല. ഞാൻ ചിന്തിക്കുന്ന സാറേ, ഇതൊരു ഐക്യം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. സാറിന് അങ്ങനെ പ്രതീക്ഷ? ഐക്യം ഉണ്ടാകാൻ സാധിക്കുന്നത് പറഞ്ഞാൽ ഇടയ്ക്കൊരു കാര്യം കൂടെ പറഞ്ഞു. ഐക്യത ഇല്ലാതെ പോയതിൻ്റെ ഒരു കാര്യം കൂടെ എൻ്റെ ഒരു മനസ്സിൽ വന്ന ഒന്ന് സാമ്പത്തികമാണ് വിഷയം. സാമ്പത്തികം എന്ന് പറയാം. പെന്തിക്കോസ്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ദാരിദ്ര്യത്തിൽ നിന്നാണ് നമ്മുടെ പ്രസ്ഥാനം ഉണ്ടായത്. ഒന്നുമില്ലായ്മയിൽ, ഭക്ഷിക്കാൻ ആഹാരമില്ല, ധരിക്കാൻ വസ്ത്രമില്ല, വീടില്ല, വീടുകളിൽ നിന്നും അടിച്ചിറക്കപ്പെട്ടവരും എല്ലാ വിധത്തിലും തിക്ത അനുഭവങ്ങളുടെ കടന്നു വന്നൊരു സമൂഹമാണ് നമ്മൾ. അന്ന് അതിക്ക് സ്നേഹം ഉണ്ടായിരുന്നു. അന്ന് ഭയങ്കര സ്നേഹമായിരുന്നു. കാരണം ഒരു കപ്പ വിഴുങ്ങിയാലല്ലേ ഒരുമിച്ചിരുന്നല്ലേ കഴിക്കുന്നേ. അപ്പൊ ഭയങ്കര ആശ്ലേഷിപ്പും ആരാധനകളും ഭയങ്കര സ്നേഹം, നമുക്കത് പറഞ്ഞറിയിക്കാൻ മേലാത്ത സ്നേഹമായിരുന്നു അക്കാലത്ത്. ഇപ്പോ സാങ്കുട്ടി എനിക്ക് സാങ്കുട്ടി ആവശ്യമുണ്ടോ? സാങ്കുട്ടിക്ക് എന്നെ ആവശ്യമില്ല ഒരർത്ഥത്തിൽ പറഞ്ഞാൽ. അല്ല സാറ് സാമ്പത്തികം എന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് എനിക്ക് തോന്നിയത് ഈ കാശില്ലാത്തത് കൊണ്ടാണ് കാര്യം നടക്കാത്ത എന്നുള്ള നിലയിൽ. അതല്ലല്ലോ സാർ, പണം കൂടുതലായി പോയത്. പണം കൂടുതലായി പോയി. ഇപ്പൊ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ കഴിയാം. ആരുടെ സാങ്കുട്ടിക്ക് ഇപ്പം ഞാൻ കാര്യമാണ് പറയുന്നത്, നമുക്കൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ കഴിയാനുള്ള സാമ്പത്തികം അത് പല നിലകളിൽ നമ്മുടെ കൈകളിൽ ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്നേഹത്തിൻ്റെ നീ നിൻ്റെ പണിക്ക് നോക്ക്, എനിക്ക് നിൻ്റെ ആവശ്യമില്ലെന്നേ. ഉദാഹരണമായിട്ട് ഒരു കാര്യം, ഞാൻ ഫിലദൽഫിയ IPC ചർച്ചിൽ 97-98 ആരാധിച്ചുകൊണ്ടിരുന്ന 99 ഞാൻ അവിടുത്തെ ആളുകളെയൊക്കെ അറിയാമല്ലോ, നമ്മുടെ പ്രമുഖരായ ആളുകളെ ഒക്കെ നമുക്ക് പരിചയക്കാർ സ്നേഹിതരൊക്കെയാണ്. അങ്ങനെ ആരാധനയ്ക്ക് പോയി പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു കഴിഞ്ഞ് കണ്ണ് തുറന്നു നോക്കുമ്പോൾ 2 സൈഡിലിരിക്കുന്ന ആളുകളെ ഒന്ന് കൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല, കാണത്തില്ല. മിക്കവാറും എല്ലാ ഹോട്ടലുകളിലൊക്കെ അവരെങ്ങോട്ട് ഓടിപ്പോവാണ്. കാരണം ഒരു മനുഷ്യന് ആവശ്യമില്ലാത്ത ഒരു കാലത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. സാമ്പത്തികമാണ് സാങ്കുട്ടി മുഴുവൻ നിയന്ത്രിക്കുക. അതായത് എനിക്കുണ്ട്, നിന്റെ സഹായം എനിക്ക് വേണ്ട, നിന്റെ ആശ്ലേഷണം, നിന്റെ ആർദ്രതയും മനസ്സിലും കെട്ടിപ്പിടുത്തവും സ്നേഹവും ഒന്നും എനിക്ക് വേണ്ട. ഈ ആറ്റിറ്റ്യൂഡാണ് പൊതുവിൽ 100%. പണമില്ലാത്തൊരു കാലത്തേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ഒന്നുമില്ലാത്തൊരു കാലത്ത് പഴയത് അങ്ങനെ വരാൻ എനിക്ക് പോകുന്നില്ല. ഇനി വരാൻ പോകുന്ന പല പീഡകളുമായിരിക്കും ചിലപ്പോൾ. ഞാനതാ പറഞ്ഞത്, ഏതെങ്കിലും ഒരു സാധ്യത അവശേഷിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഉത്തരേന്ത്യയിൽ പല സ്ഥലങ്ങളിലും ആരാധനകൾ നടക്കുന്നില്ല. അപ്പം UP ഒരിടത്തും ഒരു ആരാധനയും നടക്കുന്നില്ല. പിന്നെ ഛത്തീസ്ഗഡ്, ഈ സമീപ ദിവസങ്ങളിൽ ഞാൻ ഛത്തീസ്ഗഡിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വളരെ ഭീതിയിലാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഐക്യത്തിന് പോലും ഒരു സംവിധാനം ഇല്ലാത്ത നിലയിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുകയാണ്. വലിയ പ്രതിസന്ധികളാണ്. എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലും ഈ ഹൈന്ദവ തീവ്രവാദ സംഘടനകളുടെ അവർ ശ്രമിച്ച്, ഒരു ഐറണിക്കലായിട്ട് ഞാനതിനെ പറഞ്ഞാൽ, അവരുടെ ഒരു ശ്രമം കൊണ്ട് ഇവിടെ ഒരു കടുത്ത പീഡനം ഉണ്ടാകുകയും ഈ നേതാക്കന്മാർക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്തൊരവസ്ഥയും കൂടെ ഉണ്ടായാൽ ഇവരെല്ലാം കൂടെ എന്ത് ചെയ്യും? വായിക്കാൻ വരികയല്ല ഇല്ലേ? ഇവർ പുട്ടടിച്ച് വീട്ടിയിരിക്കും, ഇവര് ഭക്ഷണം അടിച്ച് വീട്ടിയിരിക്കും. മനസ്സിലായി. ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഭക്ഷണം കഴിക്കാനുള്ള കാശ് ഇവിടെയുണ്ട്, വാഹനമുണ്ട്, വീടുണ്ട്, പിള്ളേർ, ഇപ്പം നമ്മുടെ എല്ലാ മക്കൾ ഉൾപ്പെടെ എല്ലാം വെളിയിലാണ്, കാശ് നമുക്കുണ്ട്. ഇവർ വെളിയിലിറങ്ങി കഥ അടച്ചകത്തിരിക്കും. ഒരു ശല്യമില്ല. അവരെ സുഖമായിട്ട് അതിനകത്ത് ഭക്ഷണം കഴിച്ചു. ഇവർ അത് നന്നായില്ല ഇവര്. അല്ല, ഈ അടുത്തിടയ്ക്ക് ഇപ്പൊ ഈ കേരളത്തിലെ
ഈ സഭകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന പെന്തിക്കോസുകാരല്ല, മറ്റ് സഭകൾക്കെല്ലാം ഈ മുഖ്യധാര സഭകൾക്കെല്ലാം സ്ഥാപനങ്ങളുണ്ടല്ലോ, സ്കൂളുകളുണ്ട്. ഇപ്പം ഈ സമീപ സമയത്ത് ഈ സ്കൂൾ അധ്യാപകരുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായി. ഈ പ്രശ്നം ഉണ്ടായപ്പോൾ ഈ എല്ലാ സഭകളുടെ നേതാക്കളും ഒന്നിച്ചു സംഘടിച്ചു. കാരണം അവരുടെ തടിയെ പിടിക്കുന്ന ഒരു കേസ് വരുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പിന്നെ ഇവർക്ക് പുറത്തിറങ്ങാൻ വയ്യാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരു പക്ഷേ ചിലപ്പോൾ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ല സാങ്കുട്ടി, ഞാനൊരു പേര് പറയുന്നില്ല, ഒരു തൊടുപുഴയിൽ ഒരു ഇഷ്യൂ ഉണ്ടായി. തൊടുപുഴയിൽ ഒരു സുവിശേഷകനെ വീട്ടിൽ കയറി RSSകാർ മർദ്ദിച്ചു. സെബാസ്റ്റ്യൻ എന്ന് പറയുന്നൊരു പാസ്റ്റർ, അദ്ദേഹം ഇടയ്ക്ക് കേസും എന്തൊക്കെ ഉണ്ടായി. മർദ്ദിച്ചു കഴിഞ്ഞപ്പോൾ ആ സഭയുടെ സംസ്ഥാന സെക്രട്ടറി, സാങ്കുട്ടിയുടെ സുഹൃത്താണ്, എൻ്റെ സുഹൃത്താണ്, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, റസൽ ഭായി അങ്ങനെ വിളിച്ചേ സ്നേഹം കൊണ്ട്, നിങ്ങളെ എത്രയും വേഗം ഈ സെബാസ്റ്റ്യൻ്റെ കാര്യത്തിൽ ഇടപെടണം, PCI. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയാണ്. ഞാൻ പറയുന്നത് അദ്ദേഹം ഫോൺ ചെയ്യണം, മിനിസ്റ്ററെ വിളിക്കണം, അയാൾ അച്ഛനാണെങ്കിൽ വിളിക്കുമല്ലോ, വിളിക്കണം. അവസാനം നമ്മൾ ഇടപെട്ടു. പിന്നെ അവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായി. രാജു ഇബ്രാഹിം അല്ലേ പിന്നെ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി തന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവരിതൊന്നും ചെയ്യൽ ഇവർക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാണോ എനിക്കറിയില്ല. ഇവർ നിഷ്ക്രിയരാണ് നമ്മുടെ ലീഡേഴ്സ് ഈ കാര്യത്തിൽ. പക്ഷേ കല്യാണം നടത്താൻ ക്രിസ്ത്യമായിട്ട് പോവുക, കൊച്ചുങ്ങളെ പ്രതിഷ്ഠിക്കാൻ പോവുക, ശവസംസ്കാരം പോയി നടത്തും, കാശ് കിട്ടിയാൽ മേടിക്കും, ചിലർ മേടിക്കത്തുമില്ല, അത് നല്ല കാര്യം, അത് അവർ ഇഷ്ടം പോലെ ചെയ്യട്ടെ. മാസികങ്ങൾക്കെല്ലാം പോകും, കൺവെൻഷൻ എല്ലാം പോകും. ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് കൊയിലാണ്ടി വരെ ഇവർ യാത്ര ചെയ്യും. ഇവർക്കൊരു പ്രശ്നവുമില്ല. ഇവരുടെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഇവർ ആ കാര്യങ്ങൾക്ക് ഒരു തടസ്സം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ വന്നാലേ സിറ്റുവേഷൻ വന്നാൽ ഒരു ശകലം നമുക്ക് ഇടയിട്ട് സംസാരിക്കാം. ഇന്ത്യ ഒരു വർഗീയ ഭരണത്തിലേക്ക് 1/2 MP കിട്ടി, അവരങ്ങനെ ഒരു ഭരണത്തിലേക്ക് വന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഭേദഗതി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഭൂരിപക്ഷം അവർക്ക് 1/2 ഭൂരിപക്ഷം കിട്ടിയാൽ, ഇപ്പോൾ ഇസ്ലാം രാഷ്ട്രങ്ങളിലെ പോലെയൊക്കെ ഒരു സിസ്റ്റം ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം കരഞ്ഞു വിളിക്കുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് കൂടാന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ പ്രയോജനമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അപ്പോഴത്തേനെല്ലാം പിടിവിട്ടു പോകും. അന്നേരം പിടിവിട്ടു പോകില്ല. അതുകൊണ്ട് ഈ നമുക്കിത്, ഞാൻ പറയുന്നത് ഇതാണ്, നമ്മുടെ ആളുകൾ, എനിക്ക് ഈ പെന്തിക്കോസ്തിനകത്തെ സഹോദര സ്നേഹവും ഇല്ലാത്തവരെ സഹായിക്കുന്ന ആർദ്രതയും മനസ്സിലും ഒന്നും അല്ല സാങ്കുട്ടി ഞാൻ പറയുന്നത്. അതൊക്കെ നമ്മുടെ ഇപ്പോഴും ഉണ്ട്. അത് നമുക്ക് ഒരിക്കലും ലീഡേഴ്സിന്റെ മനോഭാവം അല്പം മാറിയാൽ ഞാൻ കുമ്പനാട് കൺവെൻഷനിൽ ഒരു ദിവസം ഒരു 15 മിനിറ്റ് ചർച്ച ബോർഡിലെയും അടുത്ത ദിവസം 15 മിനിറ്റ് AGയിലെയും ഷാരൂരിലേക്ക് മാറി വിളിച്ച ഇവ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ലീഡേഴ്സ് എല്ലാം ഒന്ന് പോകണം. IPCയിലെ ലീഡേഴ്സ് പോയി പുനലൂർ കൺവെൻഷൻ പ്രസംഗിക്കണമെന്നേ, വിളിച്ചില്ലേലും പോകണമെന്നേ. ഇപ്പം ആകപ്പാടെ ചെയ്യുന്ന രാജുക്കുട്ടി മാത്രമേ ഉള്ളൂ. രാജുക്കുട്ടി പാസ്റ്റർ എല്ലാ ലീഡേഴ്സും, അതെ, പുള്ളി എല്ലാ ലീഡേഴ്സിനും മാറി വിളിച്ച് അവസരം കൊടുക്കുകയാണ്. വലിയ കൺവെൻഷനാണ് പുള്ളിയുടെ. പിന്നെ പ്രസ്ഥാനത്തിന് പണമുണ്ടോ, ഒരു വലിയ സമ്പന്നന്മാരോ എന്നുള്ള അവിടെ നിൽക്കട്ടെ, പക്ഷെ എല്ലാ ആളുകളെയും വിളിച്ച് അദ്ദേഹം അവിടെ പ്രസംഗിപ്പിക്കാറുണ്ട്, സകല ലീഡേഴ്സ്. അപ്പം ഞാൻ പറയുന്നത് ചർച്ച ബോർഡിന്റെ കൺവെൻഷനിൽ IPCയിലെ കുമ്പനാടുന്ന ആള് വരണം, വിളിച്ചില്ലേലും വരണം. അതൊക്കെ നടക്കുന്നുണ്ട് സാറേ, ചെറിയ നിലയിലൊക്കെ നടക്കുന്നുണ്ട്. ചർച്ച ബോർഡിന്റെ കൺവെൻഷനിൽ IPCയുടെ ലീഡേഴ്സ് പലരും പോയി സംസാരിച്ചിട്ടുണ്ട്, ഇവിടുന്ന് അപ്പുറത്തും പോയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒരുമിച്ച് നിൽക്കത്തില്ല സാറേ. ഇതൊന്നും മനസ്സിന്റെ ആത്മാർത്ഥതയിൽ നിന്നോ ആ ഒരു തീവ്രമായ ആഗ്രഹത്തോടെ ഒന്നും അല്ല ചെയ്യുന്നത്. ഇതിപ്പം വിളിച്ചാ ചെല്ലും, വിളിച്ചില്ലേ പോകത്തില്ല, അത്രേ ഉള്ളൂ. അതിലൊന്നും കഥയില്ല. അല്ല, ഇത് നമുക്ക് പിന്നെ ഇതൊക്കെ ഉണ്ടാകില്ല എന്ന് നമ്മുടെ മനപ്രയാസം കൊണ്ട് പറയുന്നുവെങ്കിലും എന്തെങ്കിലും ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പെന്തക്കോസ്റ്റിന് ഒത്തിരി നന്മകളുണ്ട് സാറേ. ഒരുപാട് പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിന്, എല്ലാ പ്രസ്ഥാനങ്ങൾക്കും അതിൻ്റെതായ ആ വിശ്വാസത്തിന്, ആ ജനതയ്ക്ക് ഒരു വലിയ നന്മയുടെ അതൊക്കെ നമ്മൾ ഇവിടെ മറ്റ് പല പ്രസ്ഥാനങ്ങൾക്കും ഇല്ലാത്ത ഒരു വളരെ ശക്തമായൊരു ആത്മീയ അടിത്തറയുണ്ട്. അതുപോലെ തന്നെ പരസ്പരം സഹായിക്കാനുള്ള ഇത്ര ശക്തമായ കുട്ടി, ഞാനത് എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട്. അനാത്മീയത ഉണ്ടായി, നമ്മൾ മൂല്യച്യുതി എന്നൊക്കെ ചില ഭാഷകൾ പ്രയോഗിക്കാറുണ്ട്. ആത്മീയ ജീർണത വന്നു, കുറേ ഭാഷകളുണ്ട്. ഇതൊക്കെ വന്നെന്ന് നമ്മൾ എഴുതാറുണ്ട്, നമ്മൾ പറയാറുണ്ട്. പക്ഷേ ആത്യന്തികമായി നമ്മളെ പോലെ ഇത്രയും കരുതൽ സ്നേഹമുള്ള ഒരു കമ്മ്യൂണിറ്റി ഭൂമിയിൽ ഒരു പ്രശ്നം ഉണ്ടായെന്നറിഞ്ഞാൽ കൈ തുറന്ന് സഹായിക്കാൻ ഇന്നും നമ്മുടെ ഇടയിൽ ആളുകളുണ്ട്. ഇനി എന്തെങ്കിലും വ്യക്തിപരമായ ചില പ്രശ്നത്തിൽ പിണങ്ങി 2 സഹോദരന്മാരിരുന്നാൽ പോലും ഒരു അക്കടി ഉണ്ടെന്ന് പറഞ്ഞാൽ അന്നേരം ഓടിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരെ ഹോസ്പിറ്റലാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ. അതുകൊണ്ട് അത് ദയയും കരുണയും ആർദ്രത മനസ്സലിവ് എന്നൊക്കെ പറയുന്ന വാക്കുകൾ തന്നെയാണ്. അത് നമ്മുടെ ഇടയിൽ
അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്, എപ്പോഴും ഉണ്ട്, അത് മാറുകയില്ല. പക്ഷേ എങ്കിൽ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എവിടെയോട്ടുണ്ട്, നമുക്കൊന്ന് ഒന്നിച്ച് നിൽക്കാൻ കഴിയുന്നില്ല. അതാണ് ഇതിന്റെ സങ്കടകരമായ ഒരു കാര്യം. അവിടെയാണ് നമ്മൾ ഈ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം. കേരളം ഇപ്പം 2 തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ പോകും. അതെ അതെ. സത്യത്തിൽ ഈ പെന്തക്കോസ്ത് സമൂഹം ഇന്ന് വളരെ ശക്തമായ ഒരു സമൂഹമാണ് കേരളത്തിൽ. പക്ഷെ നമുക്ക് എന്തില്ല, ഒരു ലീഡേഴ്സ് നമുക്ക് മുന്നിൽ നിർത്താൻ ആരുമില്ല. ലീഡർഷിപ്പ് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പെന്തക്കോസ്തുകാരായിട്ടുള്ള കേപ്പബിൾ ആയിട്ടുള്ള ആരെയും നമുക്ക് കാണാനില്ല. അല്ല, കാണാൻ എന്നൊക്കെ ഉണ്ടാവും സാൻകുട്ടി, പക്ഷെ നമ്മൾ അതിന് നിന്ന് കൊടുക്കണ്ടേ? ഇത് തന്നെ ചർച്ച ചെയ്യേണ്ട വേറൊരു വിഷയം. ഇത് ചർച്ചയുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, കൊച്ചു കൊച്ചു രാഷ്ട്രീയ പാർട്ടികളും സാമുദായിക സംഘടനകളും, നമ്മളെക്കാൾ വളരെ എണ്ണത്തിൽ വളരെ കുറവുള്ള സാമുദായിക സംഘടനകൾ പോലും വില പേശി സീറ്റുകൾ കരസ്ഥമാക്കുകയും ജയിച്ചു വരുമ്പോൾ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്തൊക്കെ കൈവശപ്പെടുത്തുകയും അധികാരങ്ങളൊക്കെ അവർ കിട്ടുന്നുണ്ട് അവർക്ക്. നമ്മൾ ഇത്തരം ജനസമൂഹം ഉണ്ടായിട്ട് വോട്ടുണ്ട്, പക്ഷേ അത് ഒന്നിച്ച് നിർത്തി ഒരു ബാർഗൈനിങ് ഫോഴ്സ് ആക്കി മാറ്റാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. ആ നിലയിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ കഴിവുള്ള ലീഡേഴ്സ് നമ്മുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നില്ല. ഇതാണ് യാഥാർത്ഥ്യം. വലിയ പ്രതിസന്ധിയാണ്. എനിവേ, ഈ വിഷയം നമ്മൾ സംസാരിച്ചത് പ്രധാനമായിട്ടും ഇതാണ്. പെന്തക്കോസ്ത് ഐക്യം എന്നുള്ളത് ഈ 1960-കൾ മുതലുള്ള ആഗ്രഹവും താല്പര്യവുമായിരുന്നു. അത് പല നിലകളിൽ മുന്നോട്ട് പോയി. ഇപ്പോൾ അത് PCI എന്നൊരു പ്രസ്ഥാനം ഇപ്പോഴുണ്ട്. പക്ഷെ അതും അതിൻ്റെ എല്ലാം ബാലാരിഷ്ടകൾ എന്നൊക്കെ പറയാവുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോഴും പോകുന്നത്. അത് സംഘടന സജീവമായിട്ടുണ്ട്. ആളുകളെല്ലാം ഉണ്ട്, അവര് ചെയ്യാൻ പറ്റുന്നിടത്ത് ചെയ്യുന്നുണ്ട്. പക്ഷെ അതും കൊള്ളേണ്ടടുത്ത് എത്തുന്നില്ല. രണ്ടാമത് അതിന് ആ നിലയിലുള്ള ഈ അടുത്ത ദിവസം ലീഡേഴ്സിനെ എല്ലാം വിളിച്ചു കൂട്ടിയിരുന്നു. അപ്പൊ തന്നെ അതിന്റെ കൃത്യമായ ഒരു ഡയറക്ഷൻ ഇതിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇത് ഇപ്പം വിളിച്ചു കൂട്ടാനും നടക്കാനും ഉണ്ടായ ഒരു കാരണം കൂടെ ഞാൻ പറയാം. ഈ ജാർഖണ്ഡില് കന്യാസ്ത്രീയുടെ വിഷയം വന്നല്ലോ. ഛത്തീസ്ഗഡില് വന്നു കഴിഞ്ഞപ്പോഴ് അതേ സമയത്താണ് നമ്മുടെ കട്ടപ്പനക്കാരൻ തോമസ് ജോർജ് രാജസ്ഥാനിലെ പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ മരുമകൻ മകളെ കിട്ടിയ ആളെന്ന് പറയുന്നത് ഞങ്ങളുടെ പുറ്റടിയിൽ നമ്മുടെ കിഴക്കേടത്തെ ഒരു കൊച്ചനാണ്, ജപ്പറത്തങ്കച്ചൻ്റെ മോന. അപ്പോൾ അവനെല്ലാ ദിവസവും എന്നെ വിളിക്കുമായിരുന്നു, ഇങ്ങനെ അവിടെ ഒളിച്ചു കഴിയുക പറഞ്ഞ് വളരെ വിഷമത്തിൽ പറയും, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്നും പറയും. ഈ കന്യാസ്ത്രീയെ ഇറക്കിക്കൊണ്ടിഞ്ഞ് പോന്നു. അതെ, ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പുള്ളിയെ ഒളിച്ചു കഴിയുക. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തപ്പോഴാണ് ജയശങ്കർ സാർ പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനെ നിന്നാൽ പോരാ. അതായത് അഡ്വക്കേറ്റ് ജയശങ്കർ പറയേണ്ടി വന്നു പെന്തക്കോസ്തുകാർ നിങ്ങൾ പല ഗ്രൂപ്പിൽ നിൽക്കരുത്, നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുമെന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. പിന്നെ അതിനെ അധികരിച്ച് നമ്മൾ പിന്നെ എഴുതുകയും പറയുകയൊക്കെ ചെയ്ത് ഏതായാലും BCI എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പം ഇന്ന് വരെയുള്ള നമ്മുടെ അനുഭവങ്ങൾ വെച്ച് നോക്കിയാൽ ഇവരൊരു കാലത്തും സാധിക്കുന്നില്ല. ഇനി എന്തെങ്കിലും ദൈവം അത്ഭുതം പ്രവർത്തിക്കുകയോ നമ്മള് ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കുക. തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കട്ടെ. ഒരു ഐക്യതയിലേക്ക് എന്തൊക്കെ സഭകൾ വരട്ടെ, ലീഡേഴ്സ് അതിന് തയ്യാറാകട്ടെ. ആ നിലയിൽ ലീഡേഴ്സിനോട് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന കൂടെ ഞങ്ങൾ ഈ കൂട്ടത്തിൽ വെക്കുകയാണ്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡുകൾ ചേഞ്ച് ചെയ്യുക. സഭാ നേതൃത്വം എന്നുള്ള നിലയിൽ നിങ്ങൾ കുറേ പ്രിവിലേജുകൾ അനുഭവിക്കുന്നുണ്ട്. അത് ഈ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന നിലയിൽ ഒരു പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള ഐക്യതയിൽ നിങ്ങൾ എത്തിച്ചേരുവാൻ ഇടയാകട്ടെ. അതിന് നിങ്ങൾ മുൻകൈ എടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും അതിനൊക്കെ മറുപടി പറയേണ്ടി ഒരു കനത്ത വില കൊടുക്കേണ്ടി വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പെന്തക്കോസ്ത് ലീഡേഴ്സിന് മുൻപിൽ അതൊരു വെല്ലുവിളിയായി തന്നെ ഞങ്ങൾ ഉന്നയിക്കുകയാണ്. ദൈവം നിങ്ങൾക്ക് അതിനുള്ള കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു. പാസ്റ്റർ KM ജോസഫ് കേരളക്കരയെ ഇളക്കി മറിച്ച അനുഗ്രഹീതനായ ഒരു പ്രഭാഷകനായിരുന്നു. അരനൂറ്റാണ്ട് കാലം പെന്തക്കോസ്ത് ഉപദേശങ്ങൾക്ക് വേണ്ടി അതിശക്തമായി അദ്ദേഹം നിലകൊണ്ടു. അദ്ദേഹം എഴുതിയ ചില ലഘുപുസ്തകങ്ങളുടെ സമാഹാരമാണ് ഞാൻ ഈ കാണിക്കുന്നത്. കന്യകാമറിയം, പൗരോഹിത്യം, സ്നാനം, പെന്തക്കോസ്ത്, ഈ 4 ലഘുപുസ്തകങ്ങൾ ഒന്നിച്ച് ഒരു പുസ്തകമാക്കി മാറ്റിയിരിക്കുന്നു. ഉപദേശപരമായ വിഷയങ്ങൾ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ ദുരുപദേശങ്ങൾക്കെതിരെ അതിശക്തമായ രചനകളാണിത്. ഈ ഗ്രന്ഥം വേദപഠിതാക്കൾക്ക് ഏറെ പ്രയോജനപ്പെടുന്നതാണ്. 150 രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില. അതുപോലെ തന്നെ പാസ്റ്റർ KM ജോസഫിൻ്റെ മനോഹരമായ 151 പ്രസംഗങ്ങളുടെ സമാഹാരമാണിത്. പ്രസംഗക്കുറിപ്പുകളുടെ സമാഹാരം.
ദൈവവചനം പ്രസംഗിക്കുന്നവർക്ക് ഇത് ഏറെ പ്രയോജനം ചെയ്യുന്ന പുസ്തകമാണ്. ഇതോടൊപ്പം മറ്റ് 2 പുസ്തകങ്ങൾ കൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ. ഇന്നും നാം സാത്താൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവരോ, ലഫ്റ്റനന്റ് കേണൽ ഏബ്രഹാം PV എഴുതിയിരിക്കുന്ന മനോഹരമായൊരു പുസ്തകം.